രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ബി.ജെ.പിക്ക് കുട്ടികളാണ്. കേട്ടപ്പോൾ ഞെട്ടിയോ? സംഭവം സത്യമാണ്. അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും SP അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും പേരെടുത്തു പറയാതെ രണ്ട് കുട്ടികളെന്ന് പരാമർശിച്ചിരിക്കുകയാണ് ബി.ജെ.പി. രണ്ടു കുട്ടികൾക്ക് അടുത്തിടെ രാഷ്ട്രീയമായുണ്ടായ ശക്തി UP-യിലെ ക്രിമിനലുകൾക്ക് ഊർജവും ധൈര്യവും പകർന്നതായാണ് ബി.ജെ.പി വക്താവ് സുധാംശു ത്രിവേദിയുടെ പരാമർശം. പീഡനക്കേസിൽ പിടിയിലായ രണ്ടുപേർ സമാജ്വാദി പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഇത്തരം അക്രമികളുടെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നു. അക്രമികൾ രണ്ടു കുട്ടികളുമായി ബന്ധമുള്ളവരാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും സ്വന്തം പാർട്ടി ചെയ്യുന്ന നെറികെട്ട പ്രവർത്തനങ്ങൾ മറ്റു നേതാക്കന്മാരുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് നേതാവിന്റെ ശ്രമം. മാത്രമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ UP-യിലെ തോൽവി ബി.ജെ.പിക്ക് അത്രയേറെ തിരിച്ചടിക്കും കാരണമായിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു തോൽവിയാണ് പാർട്ടിക്ക് ഇവിടെ നേരിടേണ്ടി വന്നത്. ആ വേദനയെല്ലാം ഇത്തരം പ്രസ്താവനകൾ ഇറക്കി ആശ്വാസം കണ്ടെത്തുകയാണ് നേതാവിനെ പോലുള്ള ചില ബി.ജെ.പി അധികാരികൾ. അതേസമയം ഇതിനിടയിൽ ബംഗാളിലെ ഡോക്ടർ കൊലക്കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവും നേതാവ് ഉന്നയിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ കൽക്കട്ട ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതും ശ്രദ്ധേയമാണ്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉടൻ CBIക്ക് കൈമാറാൻ കൊൽക്കത്ത പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. കൂടാതെ ഹൈക്കോടതി RG കാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനോട് അവധി അപേക്ഷ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പലായി ഘോഷിനെ നിയമിച്ചത് പ്രതിഷേധത്തിന് കാരണമായതിന് പിന്നാലെയായിരുന്നു ഇത്. കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ നിരവധി പൊതു താൽപര്യ ഹർജികൾ പരിഗണിച്ചിരുന്നു. August 9-നാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബലാത്സംഗവും കൊലപാതകവും സ്ഥിരീകരിച്ചത്. വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ നിരവധി മുറികളുണ്ടായിരുന്നു. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കുടുംബത്തിന്റെ ആരോപണം സാധൂകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം കേസ് CBIക്ക് കൈമാറിയതിൽ അതിയായ സന്തോഷവും ആശ്വാസവും ഉണ്ട് എന്നും എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു പ്രതിഷേധക്കാർ പറഞ്ഞത്. വനിതാ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ചൊവ്വാഴ്ച മുതൽ രാജ്യവ്യാപകമായി പണിമുടക്കിലാണ്.